ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? സീ നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഫാമിലി ലൈഫായാലും പേഴ്സണൽ ലൈഫായാലും എല്ലാം വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ വൺസ് അയാളെ ഒരു സ്ട്രെസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള ഡെയിലി റുട്ടീൻ കംപ്ലീറ്റ് തെറ്റും. ഉം. അയാൾക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അയാളുടെ കോൺസെൻട്രേഷൻ, മെമ്മറി എന്ന് വേണ്ട എല്ലാ എല്ലാ പ്രശ്നങ്ങളും അയാളിൽ ഉണ്ടാവും. ഉം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫിസിക്കൽ സിംറ്റമായിട്ടായിരിക്കും കാണുന്നത്. ഒരു ഉം. സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിരിക്കും. ആ. അയാൾക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും. ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഉം. ഉം. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഫിസിക്കലി ഉണ്ടാവുന്നത്. ഉം. ഇനി മനസ്സിനാണെങ്കിലോ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം ഉണ്ടാവും. ഉം. അപ്പോഴേക്കും പല കാര്യങ്ങളിലും അയാൾ നിത്യം ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വിസ്മരിച്ചു പോവും. ഉം. ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതായി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. അനാവശ്യമായിട്ട് ദേഷ്യപ്പെടും. റിലേഷൻഷിപ്പിലുള്ള ആളോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഭാര്യയോട് പൊട്ടിത്തെറിക്കും. ഉം. മക്കളോടും അനാവശ്യമായിട്ട് ചിലപ്പം ബഹളം ഉണ്ടാക്കും. അപ്പം മൊത്തത്തിൽ ഇയാളെ സ്ട്രെസ്സ് ബാധിച്ചിരിക്കുകയാണെങ്കിൽ ആ. അയാളുടെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ തന്നെ മാറും. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ വ്യക്തി സ്ട്രെസ്ഡ് ആണെന്നുള്ളത്. സ്ട്രെസ് ശരിക്കും മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അതായത് ഒരു വ്യക്തി നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉം. പക്ഷേ ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആണെങ്കിൽ അയാളുടെ ഒരു നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മെൻ്റൽ ബ്ലോക്കേജാണ് അയാൾക്കുണ്ടാകുന്നത്. ഉം. ഇമോഷണലി ബേൺ ഔട്ട് ആവും. ഒപ്പം ഈ മെൻ്റൽ ബ്ലോക്കേജും കൂടെ ആയി കഴിയുമ്പോൾ തന്നെ അയാൾക്ക് സോഷ്യലി, ഫിനാൻഷ്യലി, എമോഷണലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി എല്ലാം സ്റ്റക്കായി പോവും. ഉം. അപ്പം അത് 360 ഡിഗ്രിയിൽ അയാളെ ബാധിക്കും. പക്ഷെ വൺസ് അയാൾ ഒരു തെറാപ്പി എടുക്കുകയാണെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റേജിൽ നിന്നും അയാളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഞാൻ എൻ്റെ ബാം മെത്തേഡിലൂടെ ചെയ്യുന്നത് അതാണ്. ഉം. 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 ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അയാളുടെ ഐ മൂവ്മെൻറ്റ്, ബോഡി ലാംഗ്വേജ്, ഉം. അയാൾ സംസാരിക്കുന്ന രീതി ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉം. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ്സ് ഒരു ഹീലിംഗ് കൊടുക്കുമ്പോൾ തന്നെ അയാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ഒരു മെൻ്റൽ പീസിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഉം. അപ്പം ബ്രെത്ത് കൺട്രോള്, അതുപോലെ അയാളുടെ ബോഡിയും മൈൻഡും തമ്മിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഉം. പിന്നെ അയാൾ ഈ ഒരു വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഉം. അതിൽ നിന്ന് അയാളെ ലിബറേറ്റ് ചെയ്യും, മോചിപ്പിക്കും. ഉം. ഉം. അതിനുശേഷം അയാൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഉം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇന്ന ഒരു സ്ഥലത്ത് എത്തണമെന്ന്. അതെ, അതെ, അതെ. ആ ഒരു മാനിഫെസ്റ്റേഷനിലോട്ട് നമ്മൾ അയാളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി ഉം. അയാളെ 360 ഡിഗ്രിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാം മെത്തേഡിലൂടെ നടത്തുന്നത്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെ ആങ്സൈറ്റി ആയിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ ഉള്ള ഒരാൾക്ക്, ഉറക്കമില്ലാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും 100% റിസൾട്ടാണ്. ഗ്രേറ്റ്. ഉള്ള ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ശരി. നോക്കട്ടെ. ശരിക്കും സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതൽ സ്ട്രെസ് ഉള്ളത്? അതെങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ പൊതുവേ നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഉം. സ്ത്രീകൾക്കാണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് എന്നാണ്. ഓ. പക്ഷെ അത് ഒരുപക്ഷെ ജെൻസും അങ്ങനെ ആയിരിക്കും അതെ, മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതെ, ആണോ? അതെ, 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 അതെ. അതെ. പക്ഷെ തെറ്റാണതേ. ആ. എന്തെന്നോ, സ്ട്രെസ്സിൻ്റെ ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ പുരുഷന്മാരിലാണ് സ്ട്രെസ്സിൻ്റെ റേഷ്യോ കൂടുതൽ. ഉം. എന്താണെന്ന് പറഞ്ഞാൽ ഉം. സ്ത്രീകളെ സംബന്ധിച്ച് അവർ അനാഹത ചക്രത്തിൻ്റെ ഉടമകളാണ്. ഉം. അതാണ് അവരിൽ സ്ത്രീകളിൽ പ്രവർത്തിക്കുന്നത്. ഉം. പുരുഷന്മാരെ സംബന്ധിച്ച് മണിപൂരക ചക്രമാണ് പ്രവർത്തിക്കുന്നത്. ഉം. ഉം. സോ ഇവരുടെ രണ്ടുപേരുടെയും ആക്ഷൻസ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പാറ്റേൺ, ഉം. ബ്രെയിനിൻ്റെ ലെയേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉം. സോ ഇത് അവരുടെ ആക്ഷൻസിലും വരുന്നുണ്ട്. ഒന്ന്. ഉം. രണ്ട്, ഇവരുടെ ബ്രെയിൻ പാറ്റേൺ അനുസരിച്ച് ഇവർ ബിഹേവ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്, ഉം. സ്ത്രീ പുരുഷനും. ഉം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയ്ഡ് ഒരു സ്ത്രീയുടെയും പുരുഷനെയും ഉണ്ടാക്കിയിരിക്കുന്നത്, ഉം. പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടാണ്. അതെ, അതെ, അതെ. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ജനിക്കുന്ന അവസരം മുതൽ തന്നെ ഉം. വ്യത്യസ്തമായിട്ടുള്ള സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ്, ഈവൻ പീരീഡ്സ് തൊട്ട് മെനോപോസ് വരെയും അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ മെനോപോസും ഉണ്ട്. ഉം. കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ്. അതെ, അതെ. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവൾ കുറെ കൂടി ആൾക്കാരുമായിട്ട് സോഷ്യൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ. ഉം. ഉം. ഒപ്പം അവർ
അവരുടെ പ്രശ്നം പുരുഷന്മാരെക്കാൾ ഉപരി ഒരു ക്ലോസ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ഒരു കൊളീഗിനോടോ ഒക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. സോ വെന്റിലേഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്ട്രെസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്ത്രീക്കുണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അവൾ എപ്പോഴും ഒരാളോട് പറയുവാനായിട്ട് ഓപ്പൺ അപ്പ് ആവാൻ ഷീസ് ഓൾവേസ് റെഡി. ബട്ട് പുരുഷന്മാരെ സംബന്ധിച്ച് എന്താണ്, അതെ. അവരൊരിക്കലും പറയത്തില്ല. അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യം അയ്യോ കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെന്നെ നെക്സ്റ്റ് ടൈം കളിയാക്കും. കള്ളു കുടിക്കുമ്പോൾ ഡാ നീ ഭയങ്കര സ്ട്രെസ് അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു ലെവലിലോട്ട് പോകും. മാത്രമല്ല ഇവരുടെ ഒരു കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ബാല്യകാലം തൊട്ടേ പറയുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ട്. നീ പുരുഷനാണ് അല്ലെ നീ ആൺകുട്ടിയാണ്, ഒരു കാരണവശാലും കരയാൻ പാടില്ല, അതെ. ബി സ്ട്രോങ് എന്ന് പറഞ്ഞ് ഇവരുടെ ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ബാല്യകാലം തൊട്ടേ ഇവരെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിങ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഒരു ഏജ് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ് എല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫാമിലിയുടെ കാര്യങ്ങളുണ്ടാവും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാരിലാണ് സ്ട്രെസ് ലെവൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ശരിക്കും ഈ സ്ട്രെസ് മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും 100% സ്ട്രെസ് ഇല്ലാതെ സുഖമായും ശാന്തമായും സ്വസ്ഥമായും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് കാര്യം മനസ്സിൽ വിചാരിക്കുന്നോ അത് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാനും പറ്റും. പക്ഷെ എവിടാണ് ഓരോ വ്യക്തിക്കും അവരുടെ ഗോളിലായാലും പെർഫോമൻസിലായാലും തടസ്സം നിൽക്കുന്നത്? ഒരു സ്ട്രെസ്സിലാണ് ഒരു വ്യക്തിയെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് നഷ്ടപ്പെടും, മെമ്മറി നഷ്ടപ്പെടും, ഓഫ് കോഴ്സ് അയാളുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും, പെർഫോമൻസ് നഷ്ടപ്പെടും. അപ്പോൾ സ്ട്രെസ്സിലാണെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അയാളുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നൊരവസ്ഥയല്ലേ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആ വ്യക്തി തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തെറാപ്പി എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റി അയാളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗ്രേറ്റ്. ശരിക്കും സ്ട്രെസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. പൊതുവെ എല്ലാവരുടെയും വിചാരം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് മാത്രമാണ്. ബട്ട് ദർ ആർ 2 ടൈപ്പ് ഓഫ് സ്ട്രെസ്. ഒന്ന് ഗുഡ് സ്ട്രെസ് ആൻഡ് ബാഡ് സ്ട്രെസ് എന്ന് പറയും. അതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഗുഡ് സ്ട്രെസ്സിനെ നമ്മൾ യൂസ്ട്രെസ് എന്നാണ് പറയുന്നത്, ബാഡ് സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ട്രെസ് എന്നും പറയുന്നു. സി ഗുഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പരീക്ഷ വരുന്നു. പരീക്ഷ വരുമ്പോഴത്തേക്ക് കുട്ടി സ്വാഭാവികമായിട്ടും അയ്യോ അടുത്ത ആഴ്ച പരീക്ഷയാണല്ലോ, പഠിക്കണമല്ലോ, ടി വി കണ്ടുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, അല്ലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്ന് പഠിക്കുന്നു. സോ ദർ വിൽ ബി എ മോട്ടിവേഷൻ. അതുപോലെ അടുത്ത ഉദാഹരണമാണ്, ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് കയറുന്നു. പുറത്ത് നിൽക്കുന്ന ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവർക്കെല്ലാം ഒരു ടെൻഷൻ ഉണ്ടാവും, അകത്ത് എന്തായിരിക്കും നടക്കുക എന്ന് ഓർത്തിട്ട്, അല്ലേ? അപ്പം കുഞ്ഞിന്റെ ജനനത്തോടുകൂടി ആ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ സ്ട്രെസ് പോയി. സി അവർ സ്ട്രെസ് അടിച്ചത് എന്താണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ മിലിറ്ററി ഫോഴ്സിലൊക്കെ അവരുടെ ഒരു കമാൻഡൻറ്റ് പറയുകയാണ്, നാളെ രാവിലെ 9 മണിക്ക് ഫുൾ ഡ്രസ്സിൽ ഫുൾ യൂണിഫോമിൽ നിങ്ങൾ എല്ലാവരും 9 മണിക്ക് ഫോളിൻ ആവണം എന്നൊരു കമാൻഡ് കൊടുക്കുകയാണ് എന്ന് വെച്ചോ. അപ്പോൾ ഈ കേട്ട് നിൽക്കുന്ന സബോർഡിനേറ്റ്സ് എല്ലാം എന്തായിരിക്കും, പെട്ടെന്ന് അവർക്കൊരു സ്ട്രെസ് വരും. എൻ്റെ ഷൂ എവിടാ, എൻ്റെ ഷൂ പോളിഷ് ചെയ്തോ, അല്ലെങ്കിൽ എൻ്റെ സോക്സ് എവിടെ, ബെൽറ്റ് എവിടെ, അതിൻ്റെ ആക്സസറീസ് എവിടെ എന്നെല്ലാം ഇവർ തപ്പും. ഇതെല്ലാം സെറ്റ് ചെയ്ത് യൂണിഫോം എല്ലാം അയൺ ചെയ്ത് സെറ്റായി 9 o'clock എന്നൊരു ടൈം ഉണ്ടെങ്കിൽ അവർ അവിടെ ആ ഗ്രൗണ്ടിൽ ഫോളിൻ ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പോസിറ്റീവ് സ്ട്രെസ് അഥവാ ഗുഡ് സ്ട്രെസ് അഥവാ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് സ്ട്രെസ് ആണെങ്കിൽ, ഒരാൾക്ക് ഗുഡ് സ്ട്രെസ് ആണെങ്കിൽ അയാളുടെ പെർഫോമൻസിനെ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഗുഡ് സ്ട്രെസ്. ഇനി മറിച്ച് നമുക്ക് ബാഡ് സ്ട്രെസ് ആണെങ്കിൽ, പരീക്ഷ വരുന്നു, ഈ സെയിം സിറ്റുവേഷൻ തന്നെ എടുക്കാം. പരീക്ഷ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചു, അയ്യോ ഞാൻ പഠിച്ചില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ എടുക്കാതെ സ്ട്രെസ് മാത്രം എടുത്തോണ്ടിരുന്നാൽ ആ പരീക്ഷയുടെ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കും? അത് നെഗറ്റീവ് ആവൂലേ? അപ്പം
അതുപോലെ പ്രസവിക്കാൻ ഒരു സ്ത്രീ അകത്ത് കയറി പുറത്ത് നിന്ന് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന അയാളുടെ BP കൂടി അയാൾക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകും, കാർഡിയാക് അറസ്റ്റ് വരും, മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞാലും പിന്നെ ഭടന്മാർ അസംബിൾ ആവുന്നതിന് പകരം അവർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, അയ്യോ നാളെ രാവിലെ 9 മണിക്ക് ഗ്രൗണ്ടിൽ ഫോളിങ് ആയില്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കുമല്ലോ, ഞാൻ 100 റൗണ്ട് ഓടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് സ്ട്രെസ് അടിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് ആ ആക്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതെ അതെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് 2 വിധത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അത് ഗുഡ് സ്ട്രെസ് ഉണ്ട്, ബാഡ് സ്ട്രെസ് ഉണ്ട്. ഇത് രണ്ടിനെയും തരം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടി ഏതാണോ ഹെൽപ്പ് ചെയ്യുന്നത് അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ലൈഫിലേക്ക് ആക്കുക, അവിടെ സക്സസ് ആവും. അപ്പോൾ ഈ ഗുഡ് സ്ട്രെസ് എന്നും പറഞ്ഞു, ബാഡ് സ്ട്രെസ് എന്നും പറഞ്ഞു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും ബ്രെയിനിലും ബോഡിയിലും ഉണ്ടാകുന്നത് സെയിം ആണോ അതോ ഡിഫറെൻ്റ് ഉണ്ടോ? ഗുഡ് സ്ട്രെസ്സിൻ്റെയും ബാഡ് സ്ട്രെസ്സിൻ്റെയും ഇമ്പാക്റ്റ് ബോഡിയിൽ രണ്ടായിട്ടാണ് കാണുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആക്ഷനിൽ തന്നെ വ്യത്യസ്തമാണല്ലോ. ഗുഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഓക്കെ യെസ് പഠിക്കണം, അപ്പോൾ അവൻ നോട്ട്സ് തയ്യാറാക്കുന്നു, മാക്സിമം നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു, കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നു, ബുള്ളറ്റ് പോയിന്റ് എഴുതുന്നു, ഫ്ലാഷ് കാർഡുകൾ റെഡിയാക്കുന്നു. ഇതെല്ലാം ചെയ്ത് അവൻ എങ്ങനെ അതിനെ നേരിടണം, ആ എക്സാമിനെ എങ്ങനെ നേരിടണമെന്ന് അവൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഗുഡ് സ്ട്രെസ് വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, ഡോപ്പമിൻ, സെറോട്ടോണിൻ ഇങ്ങനെയുള്ള ഹോർമോൺ വല്ലാതെ അവർക്ക് കൂടുകയും അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഹോർമോൺസ് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ബാഡ് സ്ട്രെസ് ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല, നന്നായി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ അയാളുടെ ഫിസിക്കിനെ മൊത്തവും അത് ബാധിക്കും. വല്ലാതെ ഹാർട്ട് പാൽപിറ്റേഷൻ കൂടും, വല്ലാതെ സ്വെറ്റ് ചെയ്യും, അയാൾക്കൊന്നും ഒരു ചെവിട് നടക്കാൻ പോലും പറ്റാത്ത സ്റ്റേജിലേക്ക് അയാൾക്ക് പോകേണ്ടി വരും. അപ്പം ഇതെല്ലാം ആകുമ്പം നമുക്ക് മനസ്സിലാക്കാം ഗുഡ് സ്ട്രെസ്സും ബാഡ് സ്ട്രെസ്സും ഒരാളെ സ്വാഭാവികമായിട്ട് ബാധിക്കും. അപ്പം നമ്മളത് തരം തിരിച്ച് അറിഞ്ഞു വേണം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ. ഈ സ്ട്രെസ് ശരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവോ? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു, ഓക്കെ, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ ജെയിൻസ് ഇപ്പം എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അയ്യോ എനിക്ക് പറ്റത്തില്ല കേട്ടോ, ആ ഒരു കോൾ വന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മൂഡിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന ആളെ കൂടി ബാധിക്കില്ലേ? നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഒരു കോൾ വരുന്നു, അപ്പോൾ കോൾ വരുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് പോകും. ഒപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും, ഞാൻ പിന്നെ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്, നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്, ഇതെല്ലാം എൻ്റെ പിടിവിട്ട് പോകും. അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ആയാലും ശരി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായാലും ശരി, അവരെ മൊത്തം അത് ബാധിക്കും. അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താ, എൻ്റെ ചീത്തയായിട്ടുള്ള സ്ട്രെസ് ഞാൻ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതല്ലേ, അപ്പോൾ എൻ്റെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് ബാധിക്കുകയല്ലേ ചെയ്തത്. നേരെ മറിച്ച് എനിക്ക് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ്, ഹായ് ഞാനൊരു പെർഫോം ചെയ്യാൻ പോകുന്നു, ഞാനൊരു ഒരു സ്റ്റേജ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഡോപ്പമിൻ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കും ആ ഒരു ഹാപ്പിനെസ് തന്നെ ഫീൽ ചെയ്യില്ലേ? തീർച്ചയായിട്ടും സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരിലേക്കാണ്, എന്താണ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റിസൾട്ട്. സ്വന്തമായിട്ട് സ്ട്രെസ് ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ആക്ച്വലി സ്വയം ഒരു വ്യക്തി സ്ട്രെസ്സാണോ എന്ന് പൂർണ്ണമായിട്ട് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ സൈലന്റ് ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ, പക്ഷെ എല്ലാവർക്കും അറിയില്ല എന്നല്ല, കുറേ ആൾക്കാർക്ക് പറ്റും, പക്ഷെ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അയാൾ നിത്യം ചെയ്യുന്ന, സ്വയം അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ അതേ ഫ്ലോയിൽ തന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഈവൻ ഒരു ജിമ്മിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാളോട് കോൺവെർസേഷൻ ചെയ്യുന്നതാകാം, അയാളുടെ പാർട്ട്ണറോട് ഇടപെടുന്നതായിരിക്കാം, ഓഫീസിലുള്ള പെർഫോമൻസ് ആയിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഒരു റെഗുലർ മോഡിൽ തന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ സ്ട്രെസ്ഡ് അല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ നിത്യം ചെയ്യുന്ന ഈ പരിപാടിയൊക്കെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ട്, ഓവർവെൽം ആയിട്ട്, അയാൾക്ക് കൺട്രോൾ ഇല്ലാതെ അയാൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷെ നമുക്ക് അങ്ങനെ നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി സ്വയം ഇത് അനുഭവിച്ചറിയണം, അല്ലെ മനസ്സിലാക്കണം എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പം
കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ ഭാര്യയോ അമ്മയോ സുഹൃത്തുക്കളോ, ഇവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളെ ഉം. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഉം. ഉം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കൂടെ നിൽക്കുന്ന ആളാണ് ഇന്നലെ വരെ അയാൾ എങ്ങനെ പെരുമാറി, ഉം. ഇന്നിപ്പോൾ എന്താണ് പെരുമാറുന്നത് ഇങ്ങനെ എന്ന് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടിലാണല്ലോ അയാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉം. ഉം. എന്നിട്ട് എന്ത് ചെയ്യണം? അയാളെ നല്ലൊരു തെറാപ്പിക്ക് നമ്മൾ പ്രേരിപ്പിക്കണം. നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ നല്ലൊരു തെറാപ്പിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം വളരെ സ്മൂത്തായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചില ആളുകളെ പുറമേ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അടിച്ച് പൊളിച്ച് നിൽക്കും, പക്ഷേ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ശരിക്കും അയാൾക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണോ, അതോ എന്താ അങ്ങനെ അദ്ദേഹം സൈലൻ്റ് ആവാനുള്ള റീസൺ എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? ചില വ്യക്തികൾ പുറമേ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഓഫീസിലായാലും അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്ന അവസരത്തിലായാലും ഉം. എവിടെ നോക്കിയാലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ വൺസ് അവർ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. ഉം. വൈ? ബിക്കോസ് അവർ സ്ട്രെസ്ഡ് ആണ്. ഉം. 2 കാരണമായിരിക്കും അതിന്. ഉം. ഒന്ന്, ആ കുടുംബത്തിലെ ഒരു അന്തരീക്ഷം അതെ. അവർക്കത് സ്യൂട്ടബിൾ ആവുന്നില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെടാത്ത കുറേ പ്രശ്നങ്ങളിൽ പെട്ട് അയാൾ കിടക്കുമായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് ആ പാർട്ട്ണർ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർ ഉം. ആ പ്രശ്നം എന്താണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉം. അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഉം. മറിച്ച് ഇവരെപ്പോഴും എപ്പോഴും ഇങ്ങനെ അല്ല. ഉം. മനസ്സിലായോ? ഓഫീസിലോ അല്ലെ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും. ഭയങ്കരമായിട്ട് എല്ലാവരും ബെസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഓ അയാളോ എന്തൊരു സൂപ്പറാണ്, എന്തൊരു പെരുമാറ്റമാണ്, ഉം. ഉം. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇയാളെ പോലുള്ള ആളെ വേണം കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറയും. ഉം. പക്ഷെ നേരെ മറിച്ച് ഭാര്യയോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ വേറെ മറിച്ചുള്ള അഭിപ്രായമായിരിക്കും. ഉം. ഉം. പക്ഷെ ഇതെന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അയാളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഉം. കുറച്ചും കൂടെ അയാൾക്ക് കംഫർട്ട് എന്ന രീതിയിൽ തോന്നുന്നത് ഉം. ഫാമിലി ലൈഫിനേക്കാൾ ഉപരി അയാളുടെ സോഷ്യൽ ലൈഫായിരിക്കും. ഉം. അവിടെ അയാൾ ഒരു സെക്യൂരിറ്റി കാണുന്നുണ്ടാവും, ഒരു സേഫ് സോൺ എന്ന രീതിയിൽ കാണുന്നുണ്ടാവും. ഇവിടെ ഓപ്പണായിട്ട് ഭാര്യയോടോ കുട്ടികളോടോ അല്ലെ ഭർത്താവിൻ്റെ അടുത്തോ ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഉം. ഇമോഷണലി ഭയങ്കരമായിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഉം. അപ്പോൾ ഇതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ മനസ്സിലാക്കണം. ഉം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ട്രബിളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉം. ഉം. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഉം. നമുക്കൊരു ആരാ പ്രശ്നമില്ലാത്തതായിട്ട് അതെ, അതെ, ഒരു എല്ലാവർക്കും പ്രശ്നം പ്രശ്നമാണ്. അല്ലേ? അതെ, അതെ. അപ്പോൾ പ്രശ്നമുള്ളത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനായിട്ട് നമ്മളൊന്ന് മനസ്സ് കാണിക്കണം. ഉം. തുറന്ന് പറയുമ്പോൾ തന്നെ ആ പ്രശ്നത്തിനൊരു പകുതി ഒരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് എല്ലാം ഈ 1 മണിക്കൂർ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? ഉം. ഇത്ര എന്തോ ഒരു സമാധാനമാണ് മാഡം നിങ്ങളോട് സംസാരിച്ചിട്ട് ഉം. എന്ന് പറയുമ്പോൾ ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അവർ പറയുന്നത് ഒരു ബൗണ്ടറി ഇല്ലാതെ, ഒരു ജഡ്ജ്മെൻ്റിലല്ലാതെ ഉം. ഞാൻ അവരെ ഓപ്പണായിട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഉം. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കേൾക്കപ്പെടുക, ബീങ് ഹേർഡ് എന്ന് പറയും. ഉം. അപ്പോൾ ആ കേൾക്കപ്പെടുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഹീലിംഗ് ആണ്. ഉം. അതിന് നമുക്ക് ഇവിടെയൊക്കെ എവിടെയൊക്കെയാണ് സംവിധാനം എന്നാണ്? ഇവിടെ വീട്ടിലും സംവിധാനമില്ല, ഓഫീസിലും ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റത്തിലും ഇല്ല. ഉം. അപ്പം മൊത്തത്തിൽ ഒന്ന് കേൾക്കപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമാ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്നതേ അത് കേൾക്കുന്ന ആളുകൾക്ക് അത് ഗുണം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ചോദിക്കാനുള്ള റീസൺ. നെക്സ്റ്റ് വന്നിട്ട് ദാമ്പത്യ പരാജയത്തിന് സ്ട്രെസ്സിന് ശരിക്കും പങ്കുണ്ടോ? ഉറപ്പായി ദാമ്പത്യ പരാജയത്തിന് പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ്സ് തന്നെയാണ്. ഉം. അത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം സംസാരിച്ചാൽ തീരൂല, അതെ. അത്രയ്ക്കും വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചൂടോടെ സംസാരിക്കുന്ന ഒരു വിഷയമാണല്ലോ. ഉം. അപ്പോൾ അതിൽ സ്ട്രെസ് ഒരു മുഖ്യ വില്ലൻ തന്നെയാണ്. ഉം. ഉം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്സിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഉം. ഇപ്പം ഒരു പാർട്ട്നേഴ്സ് ഉം. അവർ നിൽക്കുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും സെക്സിന്, ഉം. ഭർത്താവിന് താല്പര്യമില്ല. ഉം. ഇപ്പം ഒരു പക്ഷേ ഭർത്താവിന് ഓഫീസിലുള്ള വർക്ക് അയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും തലേ ചുമന്ന്, ഉം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ബർഡൻ, ഉം. അയാളുടെ സോഷ്യൽ പ്രോബ്ലംസ്, പിന്നെ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ്, ലോൺ അടയ്ക്കാനുള്ളത്, ഇങ്ങനെ നിരവധി ഭാരങ്ങളുമായിട്ടാണ് അവരുടെ സോഷ്യൽ കണ്ടീഷനിങ് കാരണം ആരോടും പറയാതെ ഒറ്റയ്ക്ക് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നത് അതെ. പുരുഷന്മാർ. ഉം. ഓക്കെ,
അപ്പം മറിച്ച് സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഇതെല്ലാം വെന്റിലേറ്റ് ചെയ്ത് അവൾ ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത്. അപ്പം ഷീ ഈസ് റെഡി ടു ഡു സെക്സ്. ബട്ട് പുരുഷന് ഈ സ്ട്രെസ്സ് കാരണം അയാളുടെ ഒരു സെക്ഷൽ ലൈഫിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ തന്നെ കോൺട്രഡിക്ടറി വരികയാണ്, വഴക്കാവും അവിടെ. അപ്പോൾ ഇതിങ്ങനെ ഗ്രാജ്വലി തുടർന്ന് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവർ രണ്ടുപേരും രണ്ട് ദിശയിലായി പോകും. നാച്ചുറലി ഈ ഇമോഷണൽ കണക്ഷൻ കുറയും, ഒപ്പം അവരുടെ ദാമ്പത്യത്തെ ബാധിക്കും. എപ്പോഴും ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത് സെക്സിന് ഒരു മുഖ്യമായ ഒരു പങ്കുണ്ട്. സെക്സിന് മുഖ്യമായ ഒരു പങ്കുണ്ട് ദാമ്പത്യത്തിൽ. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ വിള്ളലുകൾ തുടങ്ങുകയായി. ഒപ്പം ഇനിയും സെക്സിനെ മാത്രമല്ല, സെക്ഷൽ ലൈഫിനെ മാത്രമല്ല സ്ട്രെസ് ബാധിക്കുന്നത്, മറിച്ച് അവർ തമ്മിലുള്ള കണക്ഷനുണ്ട്, ഡേ ടു ഡേ ഉള്ള കമ്മ്യൂണിക്കേഷനുണ്ട്, കുട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്, റിലേഷൻ, മറ്റ് ബന്ധുക്കളുണ്ടല്ലോ, അവിടെയുള്ള സോഷ്യൽ ഫങ്ഷൻസ് ഉണ്ടാവും. ഇതിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ സോഷ്യൽ കണക്ഷനും റിലേഷൻഷിപ്പും എല്ലാം വീക്കനാവും. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ മുഴുവൻ ലൈഫിനെയും സ്ട്രെസ്സ് കൊണ്ട് തകർക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പ്രോപ്പർ ടൈമിൽ ഇത് അഡ്രസ്സ് ചെയ്യുക. ഇവൻ ഒരു സെക്ഷൽ പ്രോബ്ലം ആയിരിക്കാം, പക്ഷേ അത് കറക്റ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ദാമ്പത്യം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും സ്ട്രെസ് എന്ന് പറയുന്നത് അവരുടെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ 100% ബാധിക്കുന്ന പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടേണ്ട വിഷയവുമാണ്. സ്ട്രെസ് കൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ചില ആളുകൾ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ട്, ചിലർ കഴിക്കാറില്ല. ശരിക്കും ഇതെങ്ങനെയാണ്? സ്ട്രെസ്സ് ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും എല്ലാ വിധത്തിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശാരീരികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഫോക്കസ് നഷ്ടപ്പെടും. അയാൾക്ക് എന്താണ് ചെയ്യുന്നത്, താൻ എന്തുവാണെന്ന്, താൻ ആരാണെന്ന് തനിക്കറിയില്ല എന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥയിലായിരിക്കും അയാൾ നിൽക്കുന്നത്. എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൂ ആം ഐ, വാട്ട് ആം ഐ ഡൂയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണാലിറ്റിയാണ്. നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. ഇപ്പം ചിലർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമേ ഇല്ല, ഫുഡ് കഴിക്കത്തില്ല, വെറുതെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് രാവും പകലും. പല ക്ലയൻസും പറഞ്ഞിട്ടുണ്ട്, 7-8 ദിവസം അടച്ചു പൂട്ടിയിട്ട് ഫോണും സ്വിച്ച്ഡ് ഓഫ് ചെയ്തിട്ട് അവർ കിടന്ന് ഉറങ്ങുമെന്ന് പറയും. ഇപ്പോൾ ബന്ധുക്കളെല്ലാം പാനിക്കാവും, എന്ത് സംഭവിച്ചു എന്നറിയാതെ. ചിലരുണ്ട് ഒറ്റ സ്കൂട്ടിംഗ് ആണ്, എങ്ങോട്ടേലും ഒറ്റ മുങ്ങലാണ്, പറയാണ്ട് എവിടെയെങ്കിലും പോയി കളയും. ചിലരുണ്ട് ഭക്ഷണം ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയും, ഓവറായിട്ട് ഫുഡിനോട് ക്രേവിംഗ് ആണ്. അതിപ്പം ചിലപ്പോൾ ഒരു ലഡു ആയിരിക്കാം, 10, 15, 20, 25 ലഡു കഴിക്കും. ബിരിയാണിയാണെ 3-4 എണ്ണം കഴിക്കും. അപ്പോൾ ഈ ഇമോഷണൽ ഈറ്റിംഗ് ഉള്ള വ്യക്തി സ്വാഭാവികമായിട്ടും ഒബേസിലോട്ട് പോകും, പൊണ്ണത്തടി അതിലേക്ക് പോകും. അപ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട് അയാളുടെ കോൺഫിഡൻസ് കുറയും. സോഷ്യലി അയാൾ ഐസൊലേറ്റ് ചെയ്ത് റൂമിനകത്ത് ഇരിക്കും. കാര്യം ബോഡിയുടെ അപ്പിയറൻസ് കംപ്ലീറ്റ് മാറും. അപ്പം കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അയാൾ ഒരു കാര്യത്തിലും പെർഫോമൻസിനെ ബാധിക്കും. മനസ്സിലായോ? അപ്പം പല വിധത്തിലാണ് ഒരു വ്യക്തിയെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ പ്രോപ്പർലി ഇത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാരം. ഒപ്പം കറക്റ്റായിട്ട് നല്ലൊരു തെറാപ്പി എടുക്കുക, ഇതും അതിനുള്ളൊരു പരിഹാരമാണ്. ഈ സ്ട്രെസ് ബാധിച്ചവർ ശരീരത്തെ സ്വയം ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ 1-2 കേസസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ശരീരത്തെ വേദനിപ്പിക്കുന്നൊരു സ്വഭാവം, അങ്ങനെ ടെൻഡൻസി വരാനുള്ള കാരണം എന്താ ശരിക്കും? എല്ലാം തകർന്നു പോയ ഒരവസ്ഥയിലായിരിക്കും സ്ട്രെസ് ബാധിച്ച ഒരാളുടെ മാനസികാവസ്ഥ. മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ തളർന്ന് ഒരു ശവം കണക്കായിരിക്കും പലരും. മനസ്സിലായോ? കുളിക്കത്തില്ല, നനയ്ക്കില്ല, പല്ല് തേക്കില്ല, ഈവൻ വാഷ്റൂമിൽ പോലും പോവില്ല. എത്രയോ കേസസ് അങ്ങനെ ഉള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേയറ്റം ഡിപ്രസ്ഡായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഹാപ്പി ഹോർമോൺ ചത്ത്, ഡോപ്പമിൻ ഇല്ല. അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നതെന്നറിയോ? എന്തെങ്കിലും അഡിക്ഷനിലോട്ടോ അല്ലെങ്കിൽ സ്ക്രോളിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡോപ്പമിൻ കിട്ടുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, ഈ ഒരു മനസ്സിലാണ് അവർ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയുള്ളൊരു പ്രോസസ്സാണ് ഈ സെൽഫ് ഹാമിങ് എന്ന് പറയുന്നത്. സ്വയം വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാഡിസം എന്ന് പറയാം. അതായത് എൻ്റെ അടുത്ത് ഈയിടെ ഒരു ക്ലയൻറ്റ് വന്നതാണ്. അവർ
ബ്ലേഡ് കൊണ്ട് ശരീരമാകെ വരയും എന്നാ പറഞ്ഞത്. ഉം. എന്നിട്ട് ആ ബ്ലീഡിങ് കാണുമ്പോഴത്തേക്ക് അവർക്കൊരു ഡോപ്പമിൻ റിലീസ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ശാന്തതയിലേക്ക് വരികയാണെന്ന്. അത് ബ്ലഡ് കണ്ടാലേ അവരുടെ സ്ട്രെസ്സ് മാറുള്ളൂ എന്ന് പറയും. വിചിത്രമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും സത്യമാണത്. ഉം. കാര്യം വേറെ ഒന്നുകൊണ്ടും അവർക്ക് അവരെ ശാന്തമാക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് വെച്ചാൽ സെൽഫ് ഹാമിങ്. ശരി, ഞാൻ എന്നെ സ്വയം വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്താം. ഉം. ഉം. അതാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഹോർമോണിന്റെ ഒരു കളിയാണ്. ഉം. ഉം. അപ്പം നമ്മൾ ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഉം. ഭാവിയിൽ അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. ഉം. ആ വ്യക്തിയെ തന്നെ നഷ്ടപ്പെടാം. ഉം. ഉം. ഇങ്ങനെയുള്ളവരിൽ സൂയിസൈഡൽ ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഉം. എപ്പോൾ വേണേലും എന്തും സംഭവിക്കാവുന്ന ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിലേക്ക് ലീഡ് ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ ഇതിപ്പം വന്നതെന്ന് പറഞ്ഞാൽ 26 വയസ്സുള്ള ഒരു കുട്ടിയാണേ, ഒരു പെൺകുട്ടിയാണ് ഉം. സത്യത്തിൽ. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നിന്റെ വീട്ടിൽ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പം ആ, ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവളുടെ അച്ഛനും അമ്മയും ആങ്ങളെയും ഉണ്ട്, ഇവർക്ക് ആർക്കും ഇതറിയില്ല. അറിയില്ല. ആ പെൺകുട്ടി വീട്ടിൽ വരും, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണ്. ഉം. വീക്കെൻഡ്സിൽ വീട്ടിൽ വരും, ശനിയും ഞായറും വീട്ടിൽ അടച്ചിരിപ്പാണ്. ഉം. 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 വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതേ ഇല്ല, ഫുഡ് പോലും കഴിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ആ പേരൻസ് അഡ്രസ്സ് ചെയ്യുന്നില്ലെന്നുള്ളതാ. ഉം. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഉം. ഇപ്പം ഈവൻ നമ്മുടെ കുട്ടികൾക്കായാലും ഫാമിലിയിലുള്ള മറ്റേതൊരു വ്യക്തിക്കായാലും ശരി, ഇങ്ങനെ 2 ദിവസം ഒരാൾ റൂമിൽ തന്നെ അടച്ചിരിക്കുമ്പോഴത്തേക്ക് മറ്റു വീട്ടിലുള്ള മറ്റാൾക്കാർ അതൊന്ന് അന്വേഷിക്കണ്ടേ? അതെ അതെ അതെ. എത്ര ഉദാസീനമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഉം. ഉം. അപ്പോൾ അവിടെയാണല്ലോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു എഡ്യൂക്കേഷൻ നടത്തേണ്ടത്. അതെ 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 അതെ. അത് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇവർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ സത്യം പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമല്ല, അത് ഹ്യൂമാനിറ്റി ആണല്ലോ. മാനുഷികപരമായിട്ട് ഒരു വീട്ടിൽ കഴിയുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയല്ലേ. അതെ, തീർച്ചയായിട്ടും. അത് അവിടെയും വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഉം. ആരാണ് സംസാരിക്കാത്തതെന്നറിയില്ല. ഉം. ഒരു പക്ഷേ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഇതൊന്ന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉം. മോളെ നീ എന്ത് പറ്റിയടാ 2 ദിവസം കൊണ്ട് കതകടച്ചിരിക്കുന്നത് അതെ. എന്ന് ചോദിക്കുമ്പം ഒരു പക്ഷേ ആ കുട്ടിക്ക് ഓപ്പൺ അപ്പ് ആവാം. ഉം. ഇവിടെ എല്ലാം ബൗണ്ടറി തീർത്തിട്ടിരിക്കുകയാണ് എല്ലാവരും. എല്ലാവരും ഈഗോയിസ്റ്റിക് ആണ്. അമ്മയ്ക്ക് അമ്മയുടേതായ ഈഗോ, ഉം. അച്ഛനത്, മകൻ ഇത്, ഇങ്ങനെ. ഉം. ഈ ഫാമിലിക്കുള്ളിൽ ഈഗോ കൊണ്ട് എന്താണ് ഫലം? ഉം. പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെ 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 ഒരു ലൈഫ് അവിടെ നഷ്ടപ്പെടുകയല്ലേ. അതെ അതെ അതെ. അപ്പം അത് മനസ്സിലാക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പലരും സ്വയം എങ്ങനെയെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തണ്ടേ. ഉം. 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 മനസ്സിലായി. എല്ലാവരും ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് അല്ലേ. അതെ അതെ അതെ. അപ്പോൾ ആ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തി പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, സ്വയം മുറിവേൽപ്പിക്കുക, ആനന്ദിക്കുക. ഈ സ്ട്രെസ് ഇല്ലാത്ത ഒരാൾ പുറത്തുള്ള ഔട്ട്സൈഡ് ബാത്റൂമുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ പുറത്തെ ബാത്റൂമുകളിൽ ഒരു ഹോട്ടൽ കയറുമ്പോഴോ വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ആവാനുള്ള കാരണം എൻ്റെ പേഴ്സണലി എനിക്ക് ധാരാളം അനുഭവമുണ്ട്. പല പല ഹോട്ടലുകളിൽ പോലും ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കാതെ ഇറങ്ങി പോരുന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചെറിയൊരു സ്ട്രെസ്സിലേക്ക് പോകും. തീർച്ചയായിട്ടും. എന്താണ്? അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ പബ്ലിക് ടോയ്ലറ്റ് സംവിധാനം ഉം. വളരെ പൂറാണ്. ഉം. കേരളം നമ്പർ 1 എന്നൊക്കെ പറയുന്നെങ്കിലും എവിടെയാണ് ഈവൻ മിനിമം ഒരു ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ പോലും അതെ അതെ. നമ്മൾ 0-ൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും അതിൻ്റെ അകത്തിൽ വളരെ നെഗറ്റീവായിട്ട് ഉള്ള ഒരു കാര്യം, അതായത് ഓരോ നിമിഷവും നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴേക്കും പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന അവസരത്തിലെല്ലാം തന്നെ ഉം. സ്ട്രെസ്ഡ് ആവുകയാണ്. ഉം. എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യാണ്ട് തിരികെ പോന്നിട്ടുണ്ട്. ഉം. കാരണം എന്തെന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ അന്തരീക്ഷം. ഉം. സ്വാഭാവികമായിട്ടും നോർമൽ മൈൻഡിലുള്ള ഒരു വ്യക്തി ഈ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് കടന്നു കഴിയുമ്പം അതെ അതെ അതെ. സ്ട്രെസ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും. ഉം. 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 പക്ഷേ ഇവർക്കൊക്കെ ആണല്ലോ ഞാൻ വോട്ട് ചെയ്തത്, അതെ അതെ അതെ. എന്തിന്, ബട്ട് വൈ ഉം. എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു പോകും. ഉം. ഉം. ഇവർ എന്താണ് ഇവർ ചെയ്യുന്നത്? സാമാജികർ എന്ന് പറയുന്നവർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഉം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മളിപ്പം തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്യുന്നു എന്ന് കരുത്. ഉം. അതിനോടിടയ്ക്ക് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. അതെ അതെ. അപ്പോൾ നമ്മൾ എവിടെ പോവും? മുൻപാണെങ്കിൽ നമുക്ക് പെട്രോൾ പമ്പിൽ പോകുമായിരുന്നു. പക്ഷെ അവിടുത്തെ അവസ്ഥയും വളരെ ദുരന്തമാണ്. ഉം. ഉം. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കയറാമെന്ന് വിചാരിക്കാം. ഉം. ഉം. എത്ര പേർക്ക് പണം കൊടുത്ത് ഇപ്പോൾ ഒരു ബിരിയാണിയോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് ഹോട്ടലിലുള്ള വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ എത്ര പേർക്ക് അതിന് സാധ്യമാവും? ഉം. 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 അപ്പം നമ്മൾ നോർമൽ മൈൻഡിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉം. 100% അവർ സ്ട്രെസ്സിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഉം. ഉം. ഉം.
നമ്മുടെ കേരള ഗവൺമെന്റ്, ഈവൻ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നുണ്ട്. ഉം. പക്ഷെ അത് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇവരെന്താണ് ചെയ്യുന്നത്? ഉം. മിനിമം ഒരു ബാത്റൂം എങ്കിലും നല്ല രീതിയിൽ ഓരോരോ പോയിന്റിൽ വെച്ചിരുന്നെങ്കിൽ ഉം. ആ സ്ത്രീകൾക്ക് യാത്രയിൽ അത് യൂസ് ചെയ്യാമായിരുന്നു. അതെ അതെ അതെ. അതിന് പോലും കഴിയാത്ത ഗവൺമെന്റാണ് നമ്മുടെ കയ്യിലുള്ളത്. വാഷ്റൂമുകളെല്ലാം ധാരാളം സ്ഥലങ്ങളിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉവ്വ്. പക്ഷേ ഈ പലയിടത്തും മെയിൻറ്റെയിൻഡ് അല്ല, വൃത്തിയില്ല, കയറാനായിട്ട് പറ്റത്തില്ല. ഒന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോഴേ ഇത് തന്നെ ട്രെയിനിലെ അവസ്ഥ ഇതൊക്കെ അതെ തന്നെയാണ്. അതെ ബോധരഹിതരാവും. അതെ. ട്രെയിനിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാത്റൂമിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾക്ക് ഒരു സീറ്റ് കിട്ടിയതെന്ന് വെച്ചോ, കയറുമ്പോൾ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉം. അല്ലേ? ഉം. അതെ. ഒരു രക്ഷയില്ല, അവിടെ ഇരിക്കാനേ പറ്റത്തില്ല. നാറ്റം കാരണം മാസ്കോ അല്ലെങ്കിൽ കർച്ചീഫോ ടിഷ്യൂ ഒക്കെ വെച്ച് മൂക്ക് അടച്ചു പിടിച്ചിട്ടിരിക്കും നമ്മൾ. ഉം. പക്ഷെ കുറേ അങ്ങോട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തെ ഇതുമായിട്ട് നമ്മളങ്ങ് അഡാപ്റ്റ് ആവും. ഉം. വേറെ മാർഗ്ഗമില്ല. അതെ. നമ്മുടെ മിറർ ന്യൂറോൺസ് പ്രവർത്തിച്ച് ഉം. റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഒരു സ്മെല്ല് നമ്മളങ്ങ് അഡാപ്റ്റ് ചെയ്യും. ഉം. അപ്പം അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഉം. ഉം. ഇപ്പം റെയിൽവേയിലായാലും പബ്ലിക് ടോയ്ലറ്റ്, ഇപ്പം നമ്മൾ പൊതുസ്ഥലങ്ങളിലുള്ള സ്ഥലത്തായാലും ശരി, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു ആർത്തവ സമയത്തൊക്കെ ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉം. ഉം. അവർക്ക് പീരിയോഡിക്കലി ഈ നാപ്കിൻ ചേഞ്ച് ചെയ്യണമല്ലോ, അതെ. മെൻസ്ട്രൽ അതെ. കപ്പ് എംറ്റി ചെയ്യണമല്ലോ. ഉം. എന്ത് ചെയ്യും? ഉം. അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെ അതെ അതെ. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ വേറെ ഇൻഫെക്ഷൻ കൊണ്ടേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ ഉം. ഇങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ. ഉം. ഉം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടോ ഉള്ള ഒരു കാര്യമാണ് ഈ വൃത്തിയുള്ള സ്ഥലത്ത് മൂത്രമൊഴിക്കുക എന്നുള്ളത്. ഉം. അതിന് പോലും സാധിക്കാത്ത ഒരു കേരളത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് ശരിക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഒരു വ്യക്തിക്ക് ബാധിക്കുന്നത്? സ്ട്രെസ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലായിരിക്കും ആദ്യം ബാധിക്കുന്നത്. ഉം. മനസ്സിലായോ? ഉം. പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കോ നമ്മുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും, ഉം. വെട്ടി വിയർക്കും, ഉം. കാഴ്ച ചിലർക്ക് ബ്ലറാവും, ഉം. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത തരത്തിൽ സ്റ്റക്കായി പോവും, സ്റ്റാച്യു എന്ന രീതിയിലായിപ്പോവും. ഉം. ഉം. അത് കഴിഞ്ഞിട്ട് അയാളുടെ മനസ്സിലേക്കായിരിക്കും ബാധിക്കുന്നത്. ഉം. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഉം. ഉം. മനസ്സ് ആകപ്പാടെ കലുഷിതമാവും. ഉം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓവർ തിങ്കിങ് ആയിരിക്കും മൈൻഡിലുണ്ടാവുന്നത്. ഉം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് 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 കൂട്ടി പിന്നെ നെക്സ്റ്റ് ഉറക്കം തടസ്സപ്പെടും, ഉം. ഭക്ഷണം കഴിക്കാൻ പറ്റാതാവും, ഉം. മെറ്റബോളിസം കംപ്ലീറ്റ് തകരാറിലാവും, ഇൻഡൈജഷൻ ഉണ്ടാവും, ഉം. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാതാവും. ഉം. ഉം. എന്ന് വേണ്ട, ഒരു വ്യക്തിയെ 360 ഡിഗ്രിയിൽ തളർത്താൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് സ്ട്രെസ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ഇന്നലെയും കൂടെ സംസാരിച്ചൊരു വിഷയമാണ് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്. അദ്ദേഹം പറഞ്ഞൊരു ടെർമിനോളജി ഇങ്ങനെയാണ്: സോഷ്യൽ കൺഫോമിറ്റി. അത് മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുമ്പോഴാണോ ശരിക്കും ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്? സൊസൈറ്റിയിലുള്ള അല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമല്ലോ. ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ, ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ ശരിക്കും അത് ഒരു സ്ട്രെസ്സിന് കാരണമാകാറുണ്ടോ? മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിച്ച് നിൽക്കുന്നതിന് നമ്മൾ പീപ്പിൾ പ്ലീസിങ് എന്നാണ് പറയുന്നത്. അതായത് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു യഥാർത്ഥ വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതെ അതെ. മനസ്സിലായി? അയാൾക്ക് അയാളായിട്ട് പെരുമാറാൻ പറ്റത്തില്ലല്ലോ. സമൂഹം എന്ത് വിചാരിക്കും, അമ്മ എന്ത് വിചാരിക്കും, അതെ. അവരോട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നെപ്പറ്റി ഇങ്ങനെ വിചാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോയാൽ ഓക്കെ, അത് എന്തോ പ്രശ്നമുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ പോയാൽ അതും വളരെ പ്രശ്നമാണ്. അത് മറ്റുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സ്ട്രെസ്സാണത്. നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഇടവും നമുക്ക് നമ്മളായിട്ട് പെരുമാറാൻ പറ്റുന്ന ഇടവുമാണ് ഏറ്റവും കംഫർട്ടും സുഖവുമായിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം ടോക്സിക്കാണ്. ഇത്തരം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്കൊരു ഹാപ്പിനെസ്സിലേക്ക് പോകാൻ പറ്റുകയും അയാൾ ഏത് കാര്യമാണോ അയാൾ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക്, അയാളുടെ ഗോളിലേക്ക് എത്താൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഡ് അല്ലേ? അതെ അതെ അതെ. ഞാൻ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ പ്രശ്നം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഭർത്താവിന് ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ, ബസ്സിൽ ഇരിക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, ബസ്സിൽ കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പം വിളിച്ചില്ലെങ്കിൽ പ്രശ്നം. അതെ അതെ അതെ. ഇതെല്ലാം അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഭാര്യമാരും കാണുവേ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പരാജയമാണത്. മുന്നോട്ട് പോകാനേ പറ്റില്ല അയാൾക്ക്. പക്ഷെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്ന് പറയും, അല്ലെങ്കിൽ ശരിക്കും സൊസൈറ്റൽ സർക്കംസ്റ്റാൻസസ് എപ്പോഴും ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടായിക്കോ അല്ലേ, സ്ട്രെസ് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്കത് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ.
ഇല്ലാതാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഓരോ ദിവസവും ഓരോ ഇവന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ തീർച്ചയായിട്ടും. അല്ലേ? സ്ട്രെസ്സ് നമുക്ക് നിത്യജീവിതത്തിൽ ഉണ്ട് നമുക്ക്. ഉം. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആസ്വാദ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിലാണ് ഒരു വ്യക്തിയുടെ മികവ്. അതെ 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 മനസ്സിലായി. അതെ അതേസമയം സ്ട്രെസ് അഫക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ നിത്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്ത് അയാളുടെ ഡെയിലി റുട്ടീനെ പോലും ബാധിച്ച് തളർന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഉം. മറിച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ട്, ഓക്കെ, ഉം. നമുക്ക് എന്തെല്ലാം വഴിയുണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ. അതെ അതെ നല്ലൊരു സുഹൃത്തിനോട് സംസാരിക്കാം, ഉം. നല്ല ഫുഡ് കഴിക്കാം, ഉം. സെൽഫ് ലവ് ചെയ്യാം, ഉം. സെൽഫ് കെയർ ചെയ്യാം, ഉം. ഉം. സെൽഫ് അവയർനെസ് ചെയ്യാം, അതെ അതെ നല്ലൊരു ട്രിപ്പ് പോകാം, അതെ അതെ മൂവിക്ക് പോകാം, അതെ അതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതെ പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് ഉം. യെസ് ഐ ആം സ്ട്രെസ്ഡ്, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉം. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതെ 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 അപ്പോൾ അവിടെ ആ ഒരു സർക്കിൾ നമ്മൾ ഭേദിക്കുക. ഉം. ഉം. ഭേദിച്ച് നമ്മുടേതായ വാതായനം മുമ്പിൽ തുറന്ന് നമ്മൾ പോയി ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് സ്വയം സാറ്റിസ്ഫൈ ചെയ്ത് സന്തോഷിച്ച് നിന്നെ കണ്ടെത്തി ഉം. മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ലൈഫ് ബ്യൂട്ടിഫുൾ ആകുന്നത്. അതെ 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 ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അത്. പല ആളുകളും ഇമോഷണലി അല്ലെങ്കിൽ അവർ വളരെ വീക്കായിരിക്കും, പക്ഷെ പുറമേ അവർ വളരെ ബോൾഡായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ അല്ലെ സുഹൃത്തിൻ്റെ ഇടയിലേക്ക് പെരുമാറാറുണ്ട്. ആക്ച്വലി അവർ ഇമോഷണലി വലിയ പ്രശ്നത്തിലായിരിക്കും, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം, സ്ട്രെസ്ഡ് ആയിരിക്കാം. ശരിക്കും അയാൾ പുറത്തേക്ക് കാണിക്കുന്നത് എന്താ, വളരെ ഹാപ്പി ആയിട്ടാണ്. അതെ. ശരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളിൽ അവരുടെ റിഫ്ലക്ഷൻസ് എന്തായിരിക്കും, അവരുടെ ആക്ച്വലി അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അവർക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടോ? ആക്ച്വലി തീർച്ചയായിട്ടും അവർക്കൊരു ഗൈഡൻസ് കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കാര്യം നമ്മൾ പണ്ട് പറയും അകം വേവുന്നത് പുറം അറിയരുതെന്ന് പറയും. പക്ഷെ ഇപ്പോൾ അത് പാടില്ല, അകം വേവുന്നത് പുറം അറിഞ്ഞേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ വ്യക്തി തകർന്നു പോകുമല്ലോ. ഇപ്പം പുറമേ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു വ്യക്തി, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള സോ മെനി ഇഷ്യൂസ് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മളൊരു ജാർ എടുക്കുവാണെങ്കിലേ അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളൊരു പ്രശ്നം എ എന്ന് പറഞ്ഞിട്ടിട്ടു, അതെ 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 അത് പരിഹരിച്ചില്ല. വീണ്ടും ബി സി തൊട്ട് സെഡ് വരെയുള്ള ഓരോരോ സബ്ജക്റ്റുകൾ നമ്മൾ കൊണ്ടിടുമ്പോഴത്തെ ആ ജാറ് കംപ്ലീറ്റ് നിറഞ്ഞു. ഒരു സമയം കഴിയുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യൂലേ. അതെ 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 ഇതേപോലെ ആയിരിക്കും അയാളും, അകത്ത് മൊത്തവും ഇത് കൊണ്ട് നടക്കുകയാണ്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്? സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. നീ ബോൾഡ് ആയിരിക്കണം, നീ സ്ട്രോങ് ആയിരിക്കണം, കരയാൻ പാടില്ല, തളരാൻ പാടില്ല, അതെ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് അയാൾ ഭയങ്കര ബോൾഡായിട്ടിരിക്കും. മറിച്ച് സ്ത്രീകൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആണ്. അതെ 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 അപ്പം പുരുഷന്മാരെ സംബന്ധിച്ച് അവരിങ്ങനെ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കും. സമൂഹത്തിൽ ചിലപ്പം കുറേ നല്ല കാര്യങ്ങൾ കാണിക്കുകയും ഹാപ്പി ആയിട്ട് കാണിക്കുകയും ചെയ്യും. അതൊരു മൂടുപടം മാത്രമാണ് ശരിക്കും. അയാളെ മനസ്സിലാക്കുന്നില്ല, അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പം ഇവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യം, ഒരു കോച്ചിൻ്റെ ആവശ്യം വരുന്നത്. നമുക്കവരെ ഭയങ്കര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയാണെങ്കിൽ തന്നെ അയാൾ എന്താണ് പറയുക, ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക, ഹൃദയം തുറന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. കേട്ട് കഴിയുമ്പോഴേക്കും അവരുടെ പ്രശ്നം പകുതി തീരുകയായി. ഇതാരോടും പറയാതെ കൊണ്ട് നടക്കുകയാണ് വർഷങ്ങളായിട്ട്. എത്രയോ പേരാ എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നറിഞ്ഞോ. അപ്പോൾ ഒന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസമാണ്. പിന്നെ ബാക്കി അവരുടെ മനസ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ടാവും, മെഡിറ്റേഷൻസ് ഉണ്ടാവും, ബോഡിയും മൈൻഡും കൂടെ അലൈൻ ചെയ്യുന്ന പ്രോസസ്സുകൾ ഉണ്ടാവും, പുതിയ ന്യൂറോ പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, ബ്രെയിൻ ജിം ഉണ്ടാവും, പല പല തരത്തിലുള്ള എക്സസൈസസ് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ ചില പ്രാർത്ഥനകൾ, ഇനി ഈശ്വരവിശ്വാസിയാണെങ്കിൽ അവരുടെ മതം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ ഭയങ്കര റിലീഫാണ്. മന്ത്രങ്ങൾക്ക് ഭയങ്കര പവറല്ലേ ഉള്ളത്. ആ മന്ത്രോച്ചാരണത്തിലൂടെ അയാളെ മോചനത്തിലേക്ക് കൊണ്ടുപോകാം, സ്ട്രെസ്സിൽ നിന്ന് മോചനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇങ്ങനെ പല പല വിധത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് 100% റിസൾട്ടാണ്. മനസ്സിലായോ? ഒരു 21 ദിവസം കൊണ്ട് ആ വ്യക്തി ഒന്നാം ദിവസം വരുന്ന ഒരു വ്യക്തിയെ അല്ല, അയാളുടെ ലൈഫ് കംപ്ലീറ്റ് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ
ഒരു കാരണവശാലും അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പോൾ അത് അഡ്രസ്സ് ചെയ്താൽ ഉം. ഭയങ്കര എളുപ്പമായിട്ട് നമുക്കത് പരിഹരിക്കാം. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരരുത്. സ്ട്രെസ്സായിട്ടുള്ള ഒരാൾ കൂടുതൽ സംസാരിക്കുമോ അതോ കൂടുതൽ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് കേട്ടോ കൂടുതൽ സാധ്യത എങ്ങനെയാണ് വരുന്നത്? ഇത് തികച്ചും വ്യക്തി ആശ്രിതമായിരിക്കും. അതായത് പല വിധത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരാൾ പൂർണ്ണമായിട്ടും സ്ട്രെസ്സാണെങ്കിൽ ഉം. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു റൂമിൽ അടച്ച് ഗ്ലൂമി ആയിട്ട് ഫോണും സൈലൻ്റ് ആക്കി ചിലപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആക്കിയിട്ട് ഇരിക്കുന്നവരുണ്ട്. മറിച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഓവറായിട്ട് സംസാരിക്കുകയും ആക്ടിവിറ്റി ചെയ്യുകയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതെ. അപ്പോൾ ഇത് അവരുടെ ഉള്ളിലുള്ള ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അവർ ഈ തരത്തിൽ പെരുമാറുന്നത്. അപ്പം നമ്മൾ നോർമൽ ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സൈലൻ്റ് ആവുകയോ പെട്ടെന്ന് ഇതുവരെ പെരുമാറിയിട്ടില്ലാത്ത വിധം എക്സെൻട്രിക് ആയിട്ട് പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൂടെ ഉള്ളവർ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു ദുരന്തപൂർണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകാം. ആ വ്യക്തിയെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പോയേക്കാം. ഒരു വ്യക്തി ശരിക്കും എങ്ങനെയാണ് മാറുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ ശരിക്കും. ഇപ്പം നമുക്ക് വളരെ അടുത്തുള്ള സുഹൃത്തുക്കളാവും, അല്ലേ നമ്മൾ തന്നെ ആവാം. നാളെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. കാര്യം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് വലിയൊരു ഹിമാലയ പർവ്വതം പോലല്ല നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒരാളുടെ ഒരു തുറിച്ചുനോട്ടം പോലും ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാക്കും. മനസ്സിലായോ? ഇപ്പം അടി, ചീത്തവിളി ഇതൊന്നും വേണമെന്നില്ല. മറിച്ച് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം മെസ്സേജ് അയക്കുമ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ അയക്കുന്നതൊന്നും റീഡ് ചെയ്യുന്നത് മറ്റൊരു വിധത്തിൽ. നീ എന്താ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ടോൺ നോക്കണം. മെസ്സേജിൽ ടോൺ കിട്ടില്ലല്ലോ. നീ എന്താ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അവർ ഇരിക്കുന്ന മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ മെസ്സേജ് അയാൾ റീഡ് ചെയ്യുന്നത്. അത് നീ എന്താ പറഞ്ഞത്, നീ എന്താ പറഞ്ഞത്, ഇങ്ങനെ പല പല ടോണിൽ നമുക്കത് കൊണ്ടുപോകാം. പക്ഷെ ഈ ഒരു സിമ്പിൾ ഒരു കുഞ്ഞു മെസ്സേജ് പോലും ഒരു വ്യക്തിയിൽ വ്യതിയാനം വരുത്താം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റീല് കാണുമ്പം നമ്മൾ വിചാരിക്കും ഒരു റീല് കാണുമ്പോൾ എപ്പോഴും ഡോപ്പമിൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. നോ, നമുക്കത് കാണുമ്പോൾ ഒരു റീല് കണ്ട് സ്ട്രെസ്ഡ് ആയിട്ട വ്യക്തിയുണ്ട്. അവർ ആ ടോട്ടൽ ഡേ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എന്ത് കാര്യം കൊണ്ട് ഒരു വ്യക്തിയിൽ സ്ട്രെസ് ഉണ്ടാക്കുമെന്നോ അയാൾ എങ്ങനെ മാറുമെന്നോ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം വണ്ടി താഴെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കോളിലാണ്, ഒന്ന് 5 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ 5 മിനിറ്റ് എന്നുള്ളൊരു 6 മിനിറ്റ് എടുത്ത് കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ റൂമിൽ കയറി ക്ലോസ് ചെയ്തു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ക്ലോസ്ഡ് ആണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി പുള്ളി പോയി. അപ്പോൾ ഞാനത് തിരിച്ച് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പോയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അദ്ദേഹം തന്നെ അത് ഹീൽ ചെയ്യട്ടെ. കാരണം ഒരു കാര്യമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനൊരു അദ്ദേഹം പെട്ടെന്ന് സ്ട്രെസ്സായി. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. അതൊരു ഈഗോയിൽ തുടങ്ങുന്നൊരു കാര്യമാണല്ലോ. ബേസിക്കലി എല്ലാവർക്കും ഈഗോ ഉണ്ട്. പക്ഷെ അദ്ദേഹം ആ രീതിയിൽ അങ്ങനെ ഇരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും റീകണക്ട് ചെയ്തു. അപ്പോൾ അത് ഒരു ചെറിയൊരു സ്ട്രെസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടല്ലേ. ഒരു പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല അല്ലേ. അതെന്താണെന്നോ, പ്രയോറിറ്റി ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് ഒരാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അയാൾ ശരിക്കും ആ വ്യക്തി ഇമോഷണലി സ്റ്റേബിൾ അല്ല. പിന്നെ അല്ല, എല്ലാവരും ഇമോഷണലി സ്റ്റേബിൾ അല്ല അല്ലേ. തീർച്ചയായിട്ടും ഇമോഷൻസ് എപ്പോഴും നമ്മളെ ബാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരാളുടെ മിടുക്ക്. അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി പ്രയോറിറ്റി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരിക്കും. മനസ്സിലായി? പ്രയോറിറ്റി മാറ്റേഴ്സ്. അപ്പൊ അയാൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, ആ ഒരു പ്രയോറിറ്റി അയാൾക്ക് കിട്ടിയില്ല. അതായിരിക്കും. പക്ഷെ ഇത് ഈ സെയിം ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും വേറെ വേറെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരങ്ങനെ ബിഹേവ് ചെയ്യണമെന്നില്ല. ഇല്ല, ഉറപ്പായിട്ടും. ഇത് വ്യക്തികളിൽ ഉറപ്പായിട്ടും വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും ഇത്തരം റെസ്പോൺസ് വരുന്നത്.
ഓരോരുത്തരുടെയും ബ്രെയിൻ പാറ്റേൺ വ്യത്യസ്തമാണ്. അതെ. ന്യൂറോ പാത്വേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമാണ്. അവൻ്റെ ബിഹേവിയർ വ്യത്യസ്തമാണ്. ഓരോ കാര്യത്തെ അവർ റിസീവ് ചെയ്യുന്ന ഉം. അവരുടെ റിസപ്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഉം, ഉം, ഉം. അപ്പം ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തിയുടെ പെരുമാറ്റം. ഉം, ഉം. ഓൾ ഓവർ ഉള്ള ഒരു പെരുമാറ്റം വരും. അതെ, അതെ, അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാറ്റേൺ അതാണ്. അതനുസരിച്ച് പുള്ളിയുടെ ഈഗോ പ്രവർത്തിച്ചു. ഉം. അതനുസരിച്ച് പുള്ളി റെസ്പോണ്ട് ചെയ്തു, റിയാക്ട് ചെയ്തു. അതെ, 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 അതെ. വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലേ. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി ഒരുപക്ഷെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. ഞാനെന്നല്ല ആരായാലും അല്ല, ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫേമിറ്റി, അത് വലിയൊരു പ്രശ്നം തന്നെയല്ലേ ശരിക്കും. ഇത് കൂടുതൽ സ്ട്രെസ് ആക്കില്ലേ അയാളെ. ഉറപ്പായിട്ടും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. സൊസൈറ്റി ജീവിക്കുമ്പം നമ്മളെല്ലാം കൂടെ നോക്കുകയും കൂടെ വേണമല്ലോ. ആസ് എ സോഷ്യൽ ബീയിങ് ഉം. നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉം. അത് അതിനെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞോ? ആദ്യം വി ഹാവ് ടു സെറ്റ് എ ബൗണ്ടറി. ഉം. നമുക്ക് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉം. ഉം. ഓരോ വ്യക്തിക്കും അറിയാം ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട ഉം. എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനോഹരമായിട്ട് അവരെടുത്തിരിക്കുന്നത്. ഉം. എൻ്റെയൊക്കെ കാലത്തിൽ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്, അയ്യോ അച്ഛൻ എന്ത് വിചാരിക്കും, അച്ഛൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വഴക്ക് കിട്ടും, അടി കിട്ടും, ഇങ്ങനെ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെ കണ്ടീഷൻ ചെയ്തൊരു വ്യക്തിയാണ് ഉം. ഞാൻ. ഉം. പക്ഷെ ഇപ്പോൾ എൻ്റെ മകനെ എടുത്തു നോക്കുവാണെങ്കിൽ അവരൊന്നും അങ്ങനെ കെയർ ചെയ്യുന്നതേ ഇല്ല. അവരുടെ ഹാപ്പിനെസ് അതാണ് പ്രൈം പ്രയോറിറ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴും ഇപ്പം 2 തലമുറയെ ഞാൻ കണ്ടു. എൻ്റേത് കണ്ടു, എൻ്റെ മകൻ്റേത് കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, എപ്പോഴും വി ഹാവ് ടു പ്രയോറിറ്റൈസ് അവർ ലൈഫ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിനെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഉം. അതിനാണ് ഏറ്റവും വലിയ മൂല്യം. ഉം. ഉം. മറ്റെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അതെ, അതെ. സ്വസ്ഥമായിട്ടും സുഖമായിട്ടും നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കോടിക്കണക്കിന് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിട്ട് വല്ല അതെ, പ്രയോജനമുണ്ടോ? ഒരു കാര്യമില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഉം. നമ്മളുടെ വ്യക്തിത്വമാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉം. വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. അതെ, അതെ, അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതെ, അതെ. അപ്പം ഇവർ പീപ്പിൾ പ്ലീസിങ് പേഴ്സണാലിറ്റി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഉം. 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 അങ്ങനെ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് ഈ വന്ന ഒരു കാലത്ത് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉം. സൊസൈറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കണം. ഓഫ് കോഴ്സ് നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ, അച്ഛൻ, അമ്മമാർ, ഇവരെല്ലാം നമ്മൾ പരിഗണിക്കണം. ഉം. ഉം. പക്ഷെ അവിടെ നമുക്കുള്ള ഇഷ്ടമുണ്ട്, നമ്മുടെ പാഷനുണ്ട്, നമ്മുടെ ഗോളുണ്ട്, നമ്മുടെ രുചിയുണ്ട്. അതെ, അതെ. ഇതെല്ലാം നമ്മൾ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ.